ഗൈസ്, ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡോക്യുമെന്റേഷൻ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടായപ്പോഴാണ് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിലും നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഒരു ബസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. കാരണം മറ്റന്നാൾക്ക് എനിക്ക് ഇവിടേക്ക് എത്തണേ. പ്രാവശ്യം പോയിപ്പോന്ന് വെച്ചാൽ എന്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചൊരുമിച്ച് തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മളൊരു ക്യാബ് വിളിച്ചിട്ടാണ് ബസ്സിന്റെ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണ്ടായത്. മൈസൂറോട് അങ്ങനെ മൈസൂർ മെട്രോ സ്റ്റേഷൻ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ ശരിക്കും പഠിച്ചേ വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറയാൻ അറിയില്ല. നമ്മൾ ഇറങ്ങിയപ്പോ എന്നെ നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ് കിട്ടുമെന്ന് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ നിമിഷത്തിൽ നമുക്ക് ആ ബസ് അങ്ങോട്ട് കിട്ടിയിട്ടാ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസ്ക്കറ്റാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവം എന്ന് അറിയില്ല. ക്രീമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടാ. എന്തായാലും കൊള്ളാടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. കാരണം ബസ്സിൽ ഇരുന്നിട്ട് ബോറടിച്ചിട്ടും വയ്യ. ഒന്നാമതാണെങ്കിൽ റേഞ്ചും കിട്ടുന്നുണ്ടായില്ല. അവൽ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ കിടന്നുറങ്ങിയിട്ടാ. അമ്മയ്ക്കാണെങ്കിൽ ക്ഷീണിച്ചിട്ട് വയ്യായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുക, ഫോണും തോണ്ടിരിക്കാതായിരുന്നു എന്റെ പണി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനും കിടന്നുറങ്ങി. എല്ലാ രീതിക്ക് ലൈറ്റ് അടിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ആ കർട്ടൻ അങ്ങോട്ട് ഇട്ടതിന് ശേഷമാണ് പിന്നെ സമാധാനമായിട്ട് കുറച്ചേരം കിടന്നത്. പിന്നെ ഒരു 11:30 കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാനുള്ള ഒരു ബ്രേക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ കുറച്ചേരം പുറത്തൊക്കെ അങ്ങനെ നിന്നും ചെയ്തുട്ടാ. പോയി ബസ് എന്ന് വെച്ചാൽ റോയൽ റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു അവരുടെ. ഞങ്ങൾ നല്ലൊരു ഉറക്കുറങ്ങി ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നേരെ വെളുത്ത സമയത്ത് ആ കർട്ടൻ അങ്ങോട്ട് നീക്കിയപ്പോൾ നല്ലൊരു മോർണിംഗ് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ നമ്മളെ സ്റ്റോപ്പൊക്കെ ആവാറുണ്ടായിരുന്നു. പിന്നെ പതിയെ നമ്മുടെ അമ്പിളിയമ്മാവൻ അങ്ങനത്തെ മങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്തതായിരുന്നു നമ്മളെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായി ചേട്ടൻ തന്നെ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായി അടുത്താണ് സ്റ്റോപ്പ് എന്നുള്ളത്. നമ്മളാണ് ഈ മേലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇറങ്ങാൻ കുറച്ച് പാടുണ്ടായിരുന്നു എനിക്കല്ല, അമ്മയ്ക്ക്. പിന്നെ ഏത് കമ്പൻ ജില്ലയിൽ അങ്ങോട്ട് പൊത്തിപ്പിടിച്ച് അങ്ങോട്ട് കയറും. സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കാണ്. നമ്മളെ ബസ് നേരെ അങ്ങ് പോകുന്നുണ്ട്. സ്റ്റോപ്പ് എത്തിപ്പിടിക്കും നമ്മുടെ ഇരിങ്ങാലക്കുട ബസ് അങ്ങോട്ട് എത്തി. അപ്പോൾ പിന്നെ അതിലങ്ങ് കയറിയ വീട്ടിലേക്ക് അങ്ങ് നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.